പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, മധുര തിരുപ്രകുണ്ട്രത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ വിഷയം എന്താണ് എന്നുള്ളത്. തൃക്കാർത്തിക നാളിൽ മധുരയിലെ ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്ത് വർഷങ്ങളായിട്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾ അവിടെ ഒരു ദീപം തെളിയിക്കാറുണ്ട്. തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ടാണ് ഈ ദീപ പ്രോജ്വലനം അവിടെ വർഷങ്ങളായി നടന്നു വരുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ അധികാരത്തിലിരിക്കുന്ന DMK സർക്കാർ ഈ തവണ ആ ദീപം തെളിയിക്കുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ തടയുകയായിരുന്നു. അവിടെ ഒരു ദർഗയുണ്ടെന്നും അതിനാൽ ഒരു കാരണവശാലും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ ആ മലയ്ക്ക് മുകളിൽ ഇനിയും നടത്തേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് മുസ്ലിം പ്രീണനത്തിൻ്റെ മറ്റൊരു നയത്തിലേക്ക് MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ തമിഴ്നാട്ടിൽ വന്നു. ഇപ്പോൾ DMKയുടെ ആ നടപടിയെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ച് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി കഴിഞ്ഞ ദിവസം ഒരു FB പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റിൽ പറയുന്നത് ഈ ദീപം തെളിയിക്കുക എന്നത് വർഗീയ കലാപം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കേണ്ടത്, വർഷങ്ങളായിട്ട് തന്നെ ഒരു മലമുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിശ്വാസത്തെയാണ് വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ള നീക്കം എന്ന് CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഈ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഹൈന്ദവ വിശ്വാസത്തെ തടഞ്ഞ DMK സർക്കാരിൻ്റെ നടപടി ശരിയാണെന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ MA ബേബി പറയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, ഈ ഹിന്ദു വിരുദ്ധത എന്നത് CPMൻ്റെ ഒരു മുഖമുദ്രയാണ് എന്നത് നമ്മൾ പല വിഷയങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ തിരുപ്രകുണ്ട്രത്ത് ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേയറ്റം ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് MA ബേബി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ പറയും. ഗൗതം, മധുരയിലെ തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തിലെ മൂലസ്ഥാനത്ത് കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, ആ കൽമണ്ഡപത്തിൽ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ സംയുക്ത പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് ഇടതു മുന്നണി നേതാക്കളുടെ സംയുക്ത പ്രസ്താവന വന്നിരിക്കുന്നത്. അതിലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും അതോടൊപ്പം തന്നെ D രാജ അടക്കമുള്ള CPI നേതാക്കളും അടക്കമുള്ളവർ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഒരു വിളക്ക് തെളിയിക്കാൻ, കാർത്തിക ദീപം തെളിയിക്കാൻ അവിടെ ഹൈന്ദവ സംഘടനകളും ഭക്തരും അടക്കമുള്ളവർ ചേർന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്നാണ് സംഘർഷഭരിതമായ നിലയിലേക്കൊക്കെ എത്തുകയും ചെയ്തു. അതായത് DMK സർക്കാരും സ്റ്റാലിൻ്റെ പോലീസും ചേർന്ന് ഈ കാർത്തിക ദീപം തെളിയിക്കാൻ എത്തിയ ഭക്തരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഭക്തർ തുടർന്ന് പ്രതിഷേധിക്കുന്ന നാമജപ പ്രതിഷേധമടക്കം അവിടെ നടന്നു. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ MA ബേബിയുടെ ഭാഗത്തുനിന്നും പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ആചാരലംഘനം നടത്തിയ ഈ ആചാരവുമായി എത്തിയ ഭക്തർക്കെതിരെയാണ് ഇപ്പോൾ CPM ഇത്തരത്തിൽ അതിനെ എതിർത്ത് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഇത് കാർത്തിക ദീപം തെളിയിക്കാൻ എത്തിയ ഭക്തർ വർഗീയ സംഘർഷം ലക്ഷ്യമിട്ട് എത്തിയവരാണ് എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് അനുമതി, കാരണം ഈ ക്ഷേത്രത്തിന് സമീപത്തെ മലമുകളിലാണ് അതിൻ്റെ ഒരു മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ആ മൂലസ്ഥാനത്താണ് കാർത്തിക ദീപം തെളിയിക്കുന്നത്. അവിടെ വർഷങ്ങളായിട്ട് ഇത്തരം ഈ ആചാരം നടന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത്. കാരണം നൂറ്റാണ്ടുകളായിട്ട്, ആയിരത്താണ്ടുകളായിട്ട് പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്. ഏറ്റവും പഴക്കം ചെന്ന മുരുകക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെ ഇത്തരം ഈ കൽമണ്ഡപത്തിൽ മൂലക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്ന ചടങ്ങുകൾ കാലങ്ങളായി നടന്നു വരികയും ചെയ്യുകയാണ്. ഇത്തവണയും അതിനുള്ള നീക്കം നടന്നപ്പോൾ അത്തരത്തിൽ ഭക്തരെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സ്റ്റാലിൻ ഗവൺമെൻറ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിനെ അനുമതി നൽകില്ല എന്നറിയിക്കുകയും ക്ഷേത്രത്തിൽ മാത്രം ദീപം തെളിയിച്ചാൽ മതി, മൂലക്ഷേത്രത്തിൽ ദീപം തെളിയിക്കേണ്ട എന്നതടക്കമുള്ള നിലപാടുകൾ അവിടെ DMK സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഭക്തർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും അനുകൂല വിധി നേടുകയും ചെയ്തു. കോടതി ഇതിൻ്റെ സമഗ്രമായ വിവരങ്ങൾ നിരീക്ഷിച്ച ശേഷം ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നിരീക്ഷിച്ചു. അതോടൊപ്പം തന്നെ ആരാധനാപരമായിട്ടുള്ള പശ്ചാത്തലം നിരീക്ഷിച്ചു. അതിനുശേഷമാണ് മൂലക്ഷേത്രത്തിൽ കൽമണ്ഡപത്തിൽ ദീപം തെളിയിക്കുന്നതിൽ തെറ്റില്ല, ഹൈന്ദവ വിശ്വാസികൾക്ക് ദീപം തെളിയിക്കാമെന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ MA ബേബി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടാകുന്നത്. ഈ കോടതി വിധിയെയും എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഏത് സാഹചര്യത്തിലാണ് കോടതി ഇത്തരമൊരു വിധി പ്രസ്താവം പുറപ്പെടുവിച്ചതെന്നാണ് ഇപ്പോൾ MA ബേബി ചോദിക്കുന്നത്. മാത്രമല്ല, അതും വർഗീയ സംഘർഷത്തിന് കോടതി കൂട്ടുപിടിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ MA ബേബിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയും അവിടെ ഭക്തർക്ക് നേരെ പോലീസിനെ കൊണ്ട് മർദ്ദിക്കുന്നതടക്കമുള്ള നിലയിലേക്ക് എത്തുകയും പോലീസ് മർദ്ദനമടക്കമുണ്ടായി. അങ്ങനെ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച സ്റ്റാലിൻ ഗവൺമെൻറ്റിനെ MA ബേബി
അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് ഈ സ്റ്റാലിൻ ഗവൺമെൻറ് DMK സർക്കാർ സ്വീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ MA ബേബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ മലയാളികൾക്ക് പോലും ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുപ്പുറം കുണ്ട്രം ക്ഷേത്രം എന്ന് പറയുന്നത്. പളനിമല സന്ദർശനം നടത്തുമ്പോൾ അവിടെ തിരുപ്പുറം കുണ്ട്രം ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള മുരുകക്ഷേത്രങ്ങളെല്ലാം ദർശനം നടത്തിയ ശേഷം മാത്രം മലയാളികളടക്കം തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. തിരുച്ചെന്തൂരും അതോടൊപ്പം തന്നെ തിരുപ്പുറം കുണ്ട്രവും എല്ലാം അങ്ങനെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ്. അതോടൊപ്പം തന്നെ ദക്ഷിണ ഭാരതത്തിലെ തന്നെ പ്രശസ്തമായ മൃഗക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തിരുപ്പുറം കുണ്ട്രം ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ആ മലയും അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന ചുറ്റുപട്ട് കിടക്കുന്ന സ്ഥലവും അതിൻ്റെ ആരാധനാ സമ്പ്രദായവും എല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ മൂലസ്ഥാനവുമായി ബന്ധപ്പെട്ടെല്ലാം കിടക്കുന്നതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ അവിടേക്ക് ആ മൂലസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, അവിടെ ഈ കാർത്തിക ദീപം തെളിയിക്കാൻ പാടില്ല, ദീപം തെളിയിക്കാൻ പാടില്ല. തമിഴ്നാട്ടിൽ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ. അതായത് കേരളത്തിനൊപ്പം 3 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിൽ ഇലക്ഷനാണ്. അപ്പോൾ ആ ഇലക്ഷനിൽ മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ദർഗയ്ക്കടുത്ത് വിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ തീവ്ര മുസ്ലിം വോട്ടുകൾ തീർച്ചയായും DMKയിലേക്ക് ഒഴുകിയെത്തും എന്ന് സ്റ്റാലിനും കൂട്ടരും കരുതുകയാണ്. ഈ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൂടിയാണ് ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിനൊപ്പം ഏപ്രിൽ മാസത്തിലാണ് തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരുപക്ഷെ തീവ്ര മുസ്ലിം വോട്ടുകൾ കേരളം പോലെ തന്നെ ഈ തീവ്ര മുസ്ലിം സംഘടനകൾക്ക് സ്വാധീനമുള്ളൊരു സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. അപ്പം അത്തരം സംഘടനകളെ കൂടെ നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ DMKയ്ക്കും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടാകുമല്ലോ. ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത്തരമൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന് കൂടി സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ എന്തായാലും ആകത്തുമില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു നിലപാട് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടല്ല ഉണ്ടായിരിക്കുന്നതെന്നത് ഏറ്റവും എടുത്തു പറയണം. കാരണം ഇതിനു മുമ്പും ഇത്തരം ഹൈന്ദവ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം സ്റ്റാലിൻ സ്വീകരിച്ച നിലപാടുകൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അത് ഈ ഒരു കാര്യം നമുക്കറിയാം. സ്റ്റാലിൻ്റെ മകൻ്റെ തന്നെ പ്രസ്താവന വളരെയധികം വിവാദങ്ങൾക്ക് വഴിവെച്ച പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, തകർക്കപ്പെടേണ്ടതാണ് ഈ സനാതനധർമ്മം എന്നതടക്കമുള്ള പരാമർശങ്ങൾ, ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹൈന്ദവ സമൂഹത്തിൻ്റെ മനസ്സിനെ തന്നെ മുറിവേൽപ്പിച്ച പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലൊപ്പം തന്നെയാണ് സ്റ്റാലിൻ്റെയും പരാമർശങ്ങളും നിലപാടുകളും ഒക്കെ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇതേ നിലപാട് ഹൈന്ദവ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒരു സമാനമായ നിലപാട് തന്നെയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ തിരുപ്പുറം കുണ്ട്രത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നേരത്തെ ഗൗതം സൂചിപ്പിച്ചത് തന്നെ അതുപോലെ തന്നെയൊരു അജണ്ട ഇതിനുള്ളിൽ ഉണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇനി 4 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും സംസ്ഥാനം. അതോടൊപ്പം തന്നെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി കരസ്ഥമാക്കുക, അല്ലെങ്കിൽ തീവ്ര മുസ്ലിം പക്ഷത്തിൻ്റെ കൂടി വോട്ട് കൂടി സ്വന്തമാക്കിക്കൊണ്ട് DMKയ്ക്ക് തുടർന്ന് ഭരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഈ ക്ഷേത്രത്തെ അവഹേളിച്ചുകൊണ്ടും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു ആചാര അനുഷ്ഠാന പദ്ധതിയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉള്ളൊരു നീക്കത്തിലേക്കൊക്കെ കടക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സ്റ്റാലിൻ്റെ ഈ സമീപനത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിനെ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷവും രംഗത്ത് വരുന്നത് കൂടിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം നമുക്കറിയാം, ഈ ഇടതുപക്ഷ മുന്നണികൾ സ്വീകരിച്ച സമീപനം എല്ലാ കാലത്തും ഇതുതന്നെയായിരുന്നു. അത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യത്തിലായാലും ശരി, ആചാരാനുഷ്ഠാന സംബന്ധമായിട്ടുള്ള കാര്യത്തിലായാലും ശരി, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമുക്കറിയാം ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല യുവതീ പ്രവേശനത്തിലാണെങ്കിലും മറ്റേത് വിഷയങ്ങളിലാണെങ്കിലും ഹിന്ദു ധർമ്മവിശ്വാസത്തെ എതിർക്കുന്നതാണ് CPMൻ്റെ നിലപാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതത്തിൻ്റെ ദേശീയതയെയും ഹിന്ദുത്വത്തെയും എല്ലാ കാലഘട്ടങ്ങളിലും എതിർക്കുന്ന സമീപനം CPM കൈക്കൊണ്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ മുതലെടുപ്പ് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്നത്. കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലും തീവ്ര മുസ്ലിം സംഘടനകളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ് തുടർച്ചയായി CPIM. അതിൻ്റെ ഭാഗമാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഈ പരാമർശം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.